നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. രാമേട്ടൻ കഴിക്കാനുള്ളത് ഒരു പ്ലേറ്റിലെടുത്ത് ഒരു ജഗ് വെള്ളവുമായി കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് എത്തിയപ്പോൾ ഗൗരി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ഗൗരിയെ കണ്ട് രാമേട്ടൻ ഒന്ന് ഞെട്ടി. എന്നിട്ട് ഒരു പരുങ്ങലോടെ ചോദിച്ചു, മോളെന്താ വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? റൂമിൽ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വല്ലാതെ ബോറടിക്കുക. ഇപ്പം എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുക്കളയിൽ ഞാനും സഹായിക്കാം, ഗൗരി പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട മോളെ. ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണികളേ ഉള്ളൂ. ഞാൻ ചെയ്തോളാം. മോള് പൊയ്ക്കോ, രാമേട്ടൻ പറഞ്ഞു. ഞാനും ചെയ്യാൻ കൂടിക്കോളാന്നേ എന്ന് പറഞ്ഞ് ഗൗരി കിച്ചണിലേക്ക് വന്നു. രാമേട്ടൻ കഴിക്കാനുള്ളത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഗൗരി ചോദിച്ചു, കഴിക്കുന്നതേ ഉള്ളോ? ഇതെനിക്കല്ല എന്ന് പറഞ്ഞ് ഒന്ന് പരിങ്ങിയതിന് ശേഷം രാമേട്ടൻ പറഞ്ഞു, ആ അതെ, കഴിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം, ഗൗരി പറഞ്ഞു. മോള് റൂമിൽ പോയിരുന്നോ, ഞാൻ ചെയ്തോളാം, രാമേട്ടൻ കഴിക്കാൻ മടിച്ചു നിന്ന് പറഞ്ഞു. കുട്ടിക്കാലം മുതൽ പണികൾ ചെയ്ത് ശീലായിപ്പോയി. വെറുതെ ഇരിക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുക, ഗൗരി പറഞ്ഞു. ഇനി എന്തു പറഞ്ഞിട്ടും ഗൗരി തിരികെ റൂമിലേക്ക് പോകില്ലെന്ന് മനസ്സിലായപ്പോൾ രാമേട്ടൻ ആ പ്ലേറ്റുമായി അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. കയ്യിലെയും കാലിലെയും മുറിവുകൾ കാരണം ചില പണികൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒരു മടിയും കൂടാതെ ഗൗരി അവിടെയുള്ള പണികൾ ചെയ്യാൻ രാമേട്ടനോടൊപ്പം കൂടി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഓഫീസിൽ നിന്ന് ദേവനും രവിയും വന്ന് കൈ കഴുകി ഡൈനിങ് ടേബിളിനരികിൽ ഇരുന്നപ്പോൾ രാമേട്ടൻ അവർക്ക് കഴിക്കാനുള്ളത് ടേബിളിൽ കൊണ്ടുവന്നു വെച്ചു. ഒരു ജഗ്ഗിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളവുമായി ഗൗരി ചെറിയ മുടന്തലോടെ കിച്ചണിൽ നിന്ന് വരുന്നത് കണ്ട് ദേവൻ പറഞ്ഞു, രാമേട്ടാ, ഇവളെ എന്തിനാ കിച്ചണിൽ കയറ്റിയത്? പകരം വീട്ടാൻ ഇവൾ ഫുഡിൽ വല്ല വിഷവും തന്ന് കൊന്നെന്നിരിക്കും. കൊന്നു പകരം വീട്ടുന്നതെല്ലാം രാക്ഷസന്മാരാ. ഞാൻ അത് ശീലിച്ചിട്ടില്ല. എനിക്കതിന് കഴിയുമായിരുന്നെങ്കിൽ ഭക്ഷണത്തിൽ വിഷം തന്നല്ല ഇത്രയും ദിവസം പോലും കാത്തിരിക്കില്ലായിരുന്നു, ഗൗരി പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നീ എന്തു ചെയ്യൂടി എന്നെ? സർ, വെറുതെ വഴക്കുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് രവി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാനാണോടാ വഴക്കുണ്ടാക്കുന്നത്? ദേവൻ ദേഷ്യത്തോടെ രവിയോട് ചോദിച്ചു. പിന്നെ ഞാനാണോ? ഗൗരി ചോദിച്ചു. ഗൗരി, മിണ്ടാതെ നിൽക്ക്. നിനക്ക് നടക്കാൻ ശരിക്കായിട്ടില്ലല്ലോ. റൂമിൽ പോയിരിക്ക്. ഇപ്പം തന്നെ എന്തിനു കിച്ചണിൽ കയറിയത്? രവി ഗൗരിയോട് ദേഷ്യപ്പെട്ടു. പിന്നീട് ഗൗരി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ദേവനെ ഒന്ന് നോക്കി കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ജഗ് ഡൈനിങ് ടേബിളിൽ വെച്ച് അവളുടെ റൂമിലേക്ക് പോയി. സർ, വന്നിരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് രവി ദേവനെ പിടിച്ചുകൊണ്ടുവന്ന് ചെയറിലിരുത്തി. അവർക്ക് രാമേട്ടൻ കഴിക്കാൻ വിളമ്പിക്കൊടുത്തു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ രവി ചോദിച്ചു, രാമേട്ടാ, ഗൗരി കഴിച്ചോ? ഇല്ല, നിങ്ങളുടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, രാമേട്ടൻ പറഞ്ഞു. അവൾക്ക് സമയത്തിന് കഴിക്കാൻ കൊടുക്കായിരുന്നില്ലേ? 2 ദിവസത്തേക്ക് കൂടി മരുന്ന് കഴിക്കാനുണ്ടായിരുന്നല്ലോ, രവി ചോദിച്ചു. കഴിച്ചോളാൻ ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? രാമേട്ടൻ പറഞ്ഞു. രവി വീണ്ടും കുറച്ചുകൂടി കറിയെടുത്ത് ചോറിലേക്ക് ഒഴിച്ച് രാമേട്ടനോട് ചോദിച്ചു, ഇതെല്ലാം ഉണ്ടാക്കിയത് ഗൗരിയാണോ? നന്നായിട്ടുണ്ടല്ലോ. എടാ, അപ്പോൾ ഞാനുണ്ടാക്കുന്നത് നല്ലതല്ലെന്നാണോ നീ പറയുന്നത്? രാമേട്ടൻ ചോദിച്ചു. എന്നല്ല, ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാ, രവി പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് ദേവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ വേഗം കഴിച്ചെഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയപ്പോൾ TV ഇല്ലെന്ന് ഓർമ്മ വന്നു. വേഗം ഫോണെടുത്ത് രവിയെ വിളിച്ചു. രുചികരമായ വിഭവങ്ങൾ കൂട്ടി കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഫോണെടുത്ത് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. ഗൗരി ഉണ്ടാക്കിയത് നല്ലതാണെന്ന് പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. വല്ലാത്ത ദേഷ്യത്തിലാ എന്ന് പറഞ്ഞ് രവി കഴിച്ചെഴുന്നേറ്റ് ദേവൻ്റെ റൂമിലേക്ക് ചെന്നു. രവി റൂമിലെത്തിയപ്പോൾ ദേവൻ ബെഡിൽ കിടക്കുകയായിരുന്നു. അവിടുന്ന് എഴുന്നേറ്റിരുന്ന് ദേവൻ പറഞ്ഞു, ടൗണിലെ നല്ല ഷോപ്പിലേക്ക് വിളിച്ച് ഒരു TV വേണമെന്ന് പറയൂ. ഏത് TVയാണ് വേണ്ടത് സാർ? ഏതാ മോഡൽ? എത്ര ഇഞ്ചാ? രവി ചോദിച്ചു. അതല്ല, ഞാൻ മെസ്സേജ് ചെയ്യാം, നീ പൊയ്ക്കോ, ദേവൻ പറഞ്ഞു. സാർ, ഇന്നത്തെ കറികളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ സാർ? രവി ചോദിച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. രാശി മാത്രമല്ല, നല്ല കൈപ്പുണ്യമുള്ളവളാ ഗൗരി, രവി പറഞ്ഞു. അത് കേട്ട് ദേവൻ ദേഷ്യത്തോടെ രവിയെ നോക്കി. അപ്പോൾ രവി പറഞ്ഞു, ഞാൻ ചെന്ന് TVക്ക് ഓർഡർ കൊടുക്കട്ടെ, സാർ മെസ്സേജ് ഇടൂ. എന്നിട്ട് അവൻ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു കോൾ വന്നു. ഫോൺ എടുത്തു നോക്കി രവി ദേവനോട് പറഞ്ഞു, സാർ, അഡ്വക്കേറ്റാ. കോൾ അറ്റൻഡ് ചെയ്ത് എന്താ വേണ്ടതെന്ന് ചോദിക്ക്, ദേവൻ പറഞ്ഞു. കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് രവി പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു,
എനിക്ക് ദേവനോട് സംസാരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സാർ, സാറിനോട് സംസാരിക്കണമെന്ന്. എന്തോ ഇമ്പോർട്ടൻ്റ് ആണെന്നാ പറയുന്നത്, രവി പറഞ്ഞു. ദേവൻ രവിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ഹലോ അങ്കിൾ, പറയൂ എന്ന് പറഞ്ഞു. ദേവൻ, ഞാൻ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ചയാണ് കേസിൻ്റെ ഹിയറിംഗ്. കുറച്ചുകൂടി സ്ട്രോങ് ആയ എവിഡൻസ് ഇല്ലെങ്കിൽ ഇത് തള്ളിപ്പോകും, അഡ്വക്കേറ്റ് പറഞ്ഞു. എനിക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? അതിൻ്റെ എല്ലാം ഉടമയായി വരേണ്ട ആൾ തന്നെ പറയുന്നു അത് വിറ്റിട്ടില്ലെന്ന്. അതിൽ കൂടുതൽ എന്ത് എവിഡൻസാണ് വേണ്ടത്? ഇതെല്ലാം വെച്ച് ഒരു കേസ് ജയിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയില്ലേ? ദേവൻ ചോദിച്ചു. ദേവൻ, കോടതിയിൽ സ്ട്രോങ് എവിഡൻസ് വേണം. എല്ലാ സ്വത്തുക്കളും അവർക്ക് എഴുതി കൊടുത്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അതിൽ സിഗ്നേച്ചർ മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നും അതെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കണമെങ്കിൽ കൂടുതൽ എവിഡൻസ് ആവശ്യമാണ്, അഡ്വക്കേറ്റ് പറഞ്ഞു. ഏട്ടൻ്റെ മരണശേഷം ഏട്ടത്തി ആകെ തകർന്നിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ പേപ്പറുകൾ കാണിച്ച് എന്തെല്ലാമോ പറഞ്ഞ് പറ്റിച്ച് ഏട്ടത്തിയിൽ നിന്ന് സൈൻ വാങ്ങിച്ചെടുത്തു. ഏട്ടൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഏട്ടനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നവർക്ക് എഴുതി കൊടുക്കുകയാണെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു. ഇതെല്ലാം ഏട്ടത്തി കോടതിയിൽ വന്ന് പറഞ്ഞതല്ലേ, ദേവൻ പറഞ്ഞു. പക്ഷേ ദേവൻ, ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ദേവൻ്റെ ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ് പറഞ്ഞു. അതെന്തോ ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് അവർ തന്നെ ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ ഇട്ടതാണെന്നും അവരത് ഏട്ടത്തിയിൽ നിന്ന് തിരികെ വാങ്ങിക്കൊണ്ടുപോയെന്നും ഏട്ടത്തി പറഞ്ഞില്ലേ, ദേവൻ ചോദിച്ചു. വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ദേവൻ, അതൊന്നും തെളിയിക്കാൻ കഴിയില്ലല്ലോ, അഡ്വക്കേറ്റ് പറഞ്ഞു. ഇല്ല, അങ്ങനെ തള്ളിപ്പോകാൻ പാടില്ലത്. എൻ്റെ ഏട്ടൻ്റെ സ്വത്തുക്കളെല്ലാം ഏട്ടൻ്റെ മക്കൾക്ക് കിട്ടിയേ പറ്റൂ, ദേവൻ പറഞ്ഞു. ദേവൻ, വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. നിയമപരമായി അതെല്ലാം ഇപ്പോൾ ഭരതൻ്റേതാ. രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കൂടി ദേവൻ്റെ അച്ഛൻ എഴുതി വെച്ച ഒരു വിൽപത്രം ഉണ്ടായിരുന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ കൂടി കേസ് എങ്ങനെയെങ്കിലും നമുക്ക് അനുകൂലമാക്കി എടുക്കാമായിരുന്നു. അതും നഷ്ടപ്പെട്ടില്ലേ, അഡ്വക്കേറ്റ് ചോദിച്ചു. ലോക്കറിൽ നിന്ന് അതെടുത്ത് വരുമ്പോഴാണല്ലോ ഏട്ടൻ എന്ന് പറഞ്ഞ് ദേവൻ നിർത്തി. ശരി അങ്കിൾ, എനിക്ക് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് രവിയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. കേസ് തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ടെന്നാ അഡ്വക്കേറ്റ് പറയുന്നത്. എൻ്റെ ഏട്ടന് ഒരു നീതിയും കിട്ടില്ലേ? സാർ, വിഷമിക്കാതെ. മക്കൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ, രവി പറഞ്ഞു. സാർ, ഇന്ന് വൈകി, ഓഫീസിൽ പോകണ്ടേ? രവി ചോദിച്ചു. ഇപ്പോൾ വരാം, നീ നടന്നോ എന്ന് പറഞ്ഞ് ദേവൻ വാഷ്റൂമിലേക്ക് പോയി. രവി ദേവൻ്റെ റൂമിൽ നിന്നിറങ്ങി വരുമ്പോൾ ഗൗരി കഴിക്കൽ കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാൻ കിച്ചണിൽ രാമേട്ടനെ സഹായിക്കുകയായിരുന്നു. നിന്നോട് ഇപ്പം തന്നെ കിച്ചണിൽ പണികളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ മുറിവെല്ലാം നന്നായി ഉണങ്ങട്ടെ, പണികൾക്കിടയിൽ എവിടെയെങ്കിലും കൊള്ളും. രാമേട്ടൻ്റെയും ഗൗരിയുടെയും സംസാരം കേട്ട് കിച്ചണിലേക്ക് വന്ന രവി പറഞ്ഞു. ജോലികൾ ശ്രദ്ധിച്ച് ചെയ്യാൻ എനിക്കറിയാം, എവിടെയും കൊള്ളില്ല, ഗൗരി പറഞ്ഞു. ചിലർ വിരലൊന്ന് ചെറുതായി മുറിഞ്ഞാൽ മതി, ആ പേരും പറഞ്ഞ് 2 ദിവസം ഒരു പണിയും ചെയ്യാതിരിക്കും. നിനക്ക് ഈ മുറിവ് വെച്ചിട്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലേ? രവി ചോദിച്ചു. ജോലി ചെയ്യാൻ മടിയുള്ളവരാ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നത്. അതിന് മടിയില്ലാത്തവർ കുറച്ച് വൈക്കുമെങ്കിൽ തന്നെ എല്ലാം ചെയ്യും, ഗൗരി പറഞ്ഞു. മടിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് നീ പറയണ്ട, ദിവസവും കാണുന്നതല്ലേ 2 എണ്ണത്തെ. ലോകത്തിലുള്ള സകല മടിയന്മാരെയും വിളിച്ച് ഒരു മത്സരം നടത്തിയാൽ 1-ാം സ്ഥാനം അഞ്ജലിക്ക് കൊടുക്കണോ നാൻസിക്ക് കൊടുക്കണോ എന്ന കൺഫ്യൂഷനായിരിക്കും ജഡ്ജസിന്. അത്ര വലിയ മടിച്ചുകളാ 2 എണ്ണോ, രവി പറഞ്ഞു. അത് കേട്ട് ഗൗരി ചിരിച്ചു. ഒപ്പം രാമേട്ടനും രവിയും കൂടി. അവരുടെ ചിരി കേട്ട് റൂമിൽ നിന്ന് വരികയായിരുന്ന ദേവന് ദേഷ്യം വന്നു. രവി, ദേവൻ ഉച്ചത്തിൽ വിളിച്ചു. രവി കിച്ചണിൽ നിന്ന് വരുന്നത് കണ്ട് ദേവൻ പറഞ്ഞു. ഓഫീസിൽ പോകണ്ടേ? തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കാനല്ല ഞാൻ നിനക്ക് സാലറി തരുന്നത്. ഞാൻ എപ്പോഴേ റെഡിയാ, സാറ് തന്നെയല്ലേ ലേറ്റായത്? രവി ചോദിച്ചു. സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പഴിക്കുന്നതാണല്ലോ സ്വഭാവം, ഗൗരി പറഞ്ഞു. നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല, ദേവൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോയിട്ട് അതിന് അപേക്ഷ കൊടുക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല, ഗൗരി പറഞ്ഞു. എൻ്റെ യോഗ്യത എന്താണെന്ന് നീ നോക്കണ്ടടി, ദേവൻ പറഞ്ഞു. രണ്ടാളൊന്ന് നിർത്തുന്നുണ്ടോ? സർ, ഓഫീസിൽ പോകണ്ടേ, നടക്കൂ, രവി പറഞ്ഞു. അപ്പോൾ ദേവൻ ഗൗരിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് പുറത്തേക്ക് നടന്നു. ഒപ്പം രവിയും.